ഗർഭിണികൾ ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഡോക്ടർ സിത്താര. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഗർഭകാലം കണക്ക് കൂട്ടുന്നത് അവസാനമായി ആർത്തവമായതിൻ്റെ ഫസ്റ്റ് ഡേ മുതലാണ്. പക്ഷെ ആ ദിവസം നിങ്ങൾ ഗർഭിണിയല്ല. ആ ആർത്തവത്തിന് ശേഷം ഗർഭിണിയാകാൻ സാധ്യതയുള്ളൊരു ദിവസം നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ഗർഭിണിയായത്. പക്ഷെ ആ ദിവസം ഏതാണെന്ന് നമുക്കറിയില്ല. ആ ദിവസം അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷെ സാധാരണയായി ആ ടെസ്റ്റുകൾ ചെയ്യാറില്ല. പകരം ഗർഭകാലം കണക്ക് കൂട്ടുന്നത് അവസാനമായി ആർത്തവമായതിൻ്റെ ഫസ്റ്റ് ഡേ മുതലാണ്. അപ്പോൾ ഗർഭകാലം 1 മാസമായി 2 മാസമായി എന്നൊക്കെ പറയുന്നത് ഈ ഫസ്റ്റ് ഡേ മുതൽ കണക്ക് കൂട്ടിയാണ്. നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്, ഗർഭം അലസാൻ സാധ്യത, അതായത് അബോർഷനാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഉദാഹരണത്തിന് പപ്പായ, പൈനാപ്പിൾ എന്ന് തുടങ്ങിയ ഭക്ഷണങ്ങൾ. മൂന്നാമതായി, ധാരാളം വെള്ളം കുടിക്കുക. നാലാമത്, വെയിറ്റുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കാതിരിക്കുക, അവ നീക്കാതിരിക്കുക. അഞ്ചാമത്, റെസ്റ്റ് എടുക്കുക. ഒരു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ റെസ്റ്റ് ആവശ്യമാണ് ആദ്യത്തെ 3 മാസം. അത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഇനി ഇതിന് മുമ്പ് ഒരു അബോർഷൻ ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇനി ആറാമത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. ഇതൊരു 4 മാസത്തിൻ്റെ പകുതി വരെയൊക്കെ ചെയ്താൽ മതി. കാരണം ഈ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അബോർഷൻ അങ്ങനെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 4 മാസത്തിൻ്റെ പകുതി തന്നെ അത്രയും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇതിന് മുമ്പ് ഒരു അബോർഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 3 മാസം അത്യാവശ്യം നല്ല കെയർ വേണ്ട ഒരു മാസമാണ്. കാരണം അബോർഷനാകാൻ ഏറ്റവും സാധ്യതയുള്ള മാസമാണത്. അപ്പം നിങ്ങൾ ഗർഭിണിയാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഗർഭിണിയാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ഒരു പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ അടുത്ത 3 മാസം നിങ്ങൾക്ക് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട. അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം ആ മാസങ്ങളിൽ മോർണിംഗ് സിക്നസ്, നോസിയ, വോമിറ്റിംഗ് ഇതൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ വെറുപ്പ് തോന്നുന്നതൊക്കെ നോർമലാണ്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കില്ല, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവും. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. 3 മാസത്തിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിന് ന്യൂട്രിയൻസും വിറ്റാമിൻസും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങാം. ഈ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.